Good morning, dear students. Today we will discuss about money market instruments. The last class we are discussed about the different components of financial market. One of the main component is money market. It's a market for short-term securities. Okay. The money market instruments include call money or notice money. Second one, treasury bills, commercial paper, certificate of deposit, commercial bill, promissory note, interbank term market, bankers acceptance. These are the main മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോന്നായിട്ട്. വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ, കോൾ മണി. കോൾ മണിയുടെ മറ്റൊരു പേരാണ് നോട്ടീസ് മണി. കോൾ മണി ഓർ നോട്ടീസ് മണി. ഇറ്റ് മീൻസ് ദ ഷോർട്ട് ടൈം ഫണ്ട്സ് ബോറോവ്ഡ് ആൻഡ് ലെൻഡ് ഫോർ 1 day to 14 days. ഓക്കെ, ഒരു ദിവസം മുതൽ 14 ദിവസം വരെ കാലയളവുള്ള ഷോർട്ട് ടൈം ഫണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൾ മണി അല്ലെങ്കിൽ നോട്ടീസ് മണി എന്ന് പറയുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഫോർ 1 day, ഇറ്റ് ഈസ് കോൾഡ് കോൾ മണി ഓർ ഓവർനൈറ്റ് മണി. ഇത് ഒരു ദിവസത്തേക്കുള്ളതാണെങ്കിൽ ഇതിനെ നമ്മൾ കോൾ മണി അല്ലെങ്കിൽ ഓവർനൈറ്റ് മണി എന്ന് അറിയപ്പെടും. ഇഫ് ഇറ്റ് ഈസ് ഫോർ 14 days, ഇറ്റ് ഈസ് കോൾഡ് നോട്ടീസ് മണി. 14 ദിവസത്തെ കാലയളവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോട്ടീസ് മണി. സാധാരണയായിട്ട് ദ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ബോറോ ആൻഡ് ലെൻഡ് ഫണ്ട്സ് ഇൻ ദ മാർക്കറ്റ് വിത്തൗട്ട് എനി കൊളാട്രൽ സെക്യൂരിറ്റി. ഇതാണ്, അതായത് ബാങ്കുകൾ അവർക്ക് വേണ്ടുന്ന പണം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സാധാരണ കൊമേഴ്സ്യൽ ബാങ്കുകളും കോഓപ്പറേറ്റീവ് ബാങ്കുകളും അവരുടെ പെട്ടെന്നുള്ള പണത്തിൻ്റെ ആവശ്യം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുന്നു, ബോറോ ആൻഡ് ലെൻഡ് ചെയ്യുന്നത് ഈ മാർഗത്തിലൂടെയാണ്. വിത്തൗട്ട് എനി കൊളാട്രൽ സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി കൊടുക്കാതെ തന്നെ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് പണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂച്വൽ ഫണ്ട്സ് എക്സെട്ര ആർ ദ മെയിൻ പാർട്ടിസിപ്പേറ്റ്, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ലെൻഡേഴ്സ് ഇൻ ദ മാർക്കറ്റ്. സാധാരണയായിട്ട് ഇവരും ലെൻഡേഴ്സായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ലെൻഡേഴ്സായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ദീസ് ആർ ദ മെയിൻ പെക്യുലാരിറ്റീസ് ഓഫ് എ കോൾ മണി മാർക്കറ്റ്. അപ്പോൾ മനസ്സിലായാലോ, കോൾ മണി മാർക്കറ്റ് ഒരു ദിവസം മുതൽ 14 ദിവസം വരെയുള്ള ബാങ്കുകളുടെ പരസ്പരം ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന മാർക്കറ്റാണ് എന്ത്? കോൾ മണി മാർക്കറ്റ്. ഒരു ദിവസമാണെങ്കിൽ അതിനെ കോൾ മണി എന്നും അല്ലെങ്കിൽ ഓവർനൈറ്റ് മണി എന്നറിയപ്പെടും. 14 days ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? നോട്ടീസ് മണി എന്നറിയപ്പെടുന്നു. ഓക്കെ, രണ്ടാമത്തത് ട്രഷറി ബിൽസ്. ഓക്കെ, ട്രഷറി ബിൽസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് റിസർവ് ബാങ്ക് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി ഇറക്കുന്ന സെക്യൂരിറ്റിയാണ്. ഓക്കെ, വളരെ മോസ്റ്റ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രഷറി ബിൽസ്. മറ്റ് ഇൻസ്ട്രുമെൻറ്റിനേക്കാൾ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ റിട്ടേണും കുറവായിരിക്കും. ട്രഷറി ബിൽസ് ആർ ഷോർട്ട് ടൈം മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ ദ RBI ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, ഇറ്റ് എനേബിൾസ് ദ ഇൻവെസ്റ്റേഴ്സ് ടു പാർക്ക് ദെയർ ഷോർട്ട് ടൈം സർപ്ലസ് ഫണ്ട്സ് വൈൽ റെഡ്യൂസിങ് ദെയർ മാർക്കറ്റ് റിസ്ക്. വളരെ റിസ്ക് കുറഞ്ഞൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് വളരെ കുറഞ്ഞ റിട്ടേണേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് റിസ്ക് കുറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിക്ഷേപിക്കാൻ പറ്റും. ഓക്കെ, ദ മെച്യൂരിറ്റി പീരീഡ് ഓഫ് ട്രഷറി ബിൽസ് ആർ സാധാരണയായിട്ട് 3 മാസം, 6 മാസം, 1 വർഷം വരെ, മാക്സിമം 1 വർഷം വരെയാണ് കാലയളവുള്ളത്. ഇറ്റ് ഈസ് യൂഷ്വലി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് എ ഫേസ് വാല്യൂ. സാധാരണയായിട്ട് ഇത് ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്തും ഫേസ് വാല്യൂവിൽ റിഡീം ചെയ്യും. ഇപ്പം 1000 രൂപയുടെ സെക്യൂരിറ്റി 10,000 രൂപയുടേതാണെങ്കിൽ ചിലപ്പം 9,000 രൂപയ്ക്ക് ആൾക്കാർക്ക് വാങ്ങാൻ പറ്റും. 9,000 രൂപയ്ക്ക് അത് നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് വാങ്ങും. പിന്നെ നമുക്ക് അത് കാലയളവ് കഴിയുമ്പോൾ നമുക്ക് 10,000 രൂപയായിട്ട് കിട്ടും. നമ്മുടെ റിട്ടേൺ എന്നുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്കൗണ്ട് പ്രൈസ് ആൻഡ് ദ ഇഷ്യൂ പ്രൈസ് ആൻഡ് റിഡീംഡ് വാല്യൂ, റിഡംഷൻ പ്രൈസ് ആണ്. അതാണ് നമ്മൾ അതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സീറോ റിസ്ക് ഇൻസ്ട്രുമെൻറ്റ് and carries only a small return. It is a zero risk investment and carries only a small return. വളരെ റിസ്ക് കുറച്ചുള്ളതായതുകൊണ്ട് വളരെ റിട്ടേൺ കുറവായിരിക്കും. മെച്യൂരിറ്റി പീരീഡ് ഓൾറെഡി ഡിസ്കസ് 3 months, 6 months, 1 year. ഇറ്റ് ഈസ് യൂഷ്വലി ഇഷ്യൂസ് അറ്റ് എ ഡിസ്കൗണ്ട് ആൻഡ് റെഡീംഡ് അറ്റ് എ ഫേസ് വാല്യൂ. കറൻ്റ്ലി ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ് ഇൻ 3 types. സാധാരണയായിട്ട് 3 തരത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് 91 days, 182 days, 364 days, ഇങ്ങനെ 3 പീരീഡായിട്ടാണ് ട്രഷറി ബില്ലുകൾ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യാറുള്ളത്. ഓക്കെ, ട്രഷറി ബിൽ ഈസ് ഓവർ. അപ്പോൾ ട്രഷറി ബിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി റിസർവ് ബാങ്ക് പൈസ കളക്ട് ചെയ്യുന്ന മാർഗ്ഗമാണ് ട്രഷറി ബില്ലിലൂടെ. ഇത് വളരെ സേഫ്റ്റിയാണ്, പക്ഷേ റിട്ടേൺ കുറവുമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ.
കൊമേഴ്സ്യൽ പേപ്പർ. കൊമേഴ്സ്യൽ പേപ്പർ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കൊമേഴ്സ്യൽ പേപ്പർ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് മണി മാർക്കറ്റിൽ നിന്ന് പണം എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ്. അതായത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് സാധാരണയായിട്ട് എന്താണ് റിസ്ക് കുറച്ച്, നമുക്കിപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എന്നാണ് പറയുന്നത്. പക്ഷേ പ്രൈവറ്റ് വെൽ റേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ പൈസ കളക്ട് ചെയ്യുന്ന മാർഗ്ഗമാണ് കൊമേഴ്സ്യൽ പേപ്പറിലൂടെ. ഇറ്റ് ഈസ് എൻ അൺസെക്യൂർഡ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്, ഇറ്റ് ഈസ് എൻ അൺസെക്യൂർഡ് ഷോർട്ട് ടൈം നോട്ട്സ് വിച്ച് ഈസ് ഇഷ്യൂഡ് ബൈ ദ ടോപ്പ് റേറ്റഡ് കമ്പനീസ്. വലിയ കമ്പനി, നല്ല അറിയപ്പെടുന്ന ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഈ മാർക്കറ്റിലേക്ക് വരുന്നത്. നല്ല ആൾക്കാർ ഇതിലേക്ക് വാങ്ങാറുള്ളൂ. വിത്ത് ദ പർപ്പസ് ഓഫ് റൈസിങ് ക്യാപിറ്റൽ ടു മീറ്റ് റിക്വയർമെൻറ്റ്സ് ഡയറക്ട്ലി ഫ്രം ദ മാർക്കറ്റ്. അല്ലെ, മാർക്കറ്റിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള പണം കളക്ട് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. സാധാരണയായിട്ട് ഒരു വർഷം തന്നെയാണ് ഇതിൻ്റെ. ഇറ്റ് ഈസ് യൂഷ്വലി ഹാവ് എ ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഓഫ് അപ് ടു 1 year. പക്ഷേ ഇതിനൊരു പ്രത്യേക പ്രശ്നം, ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെസ് സെക്യൂർഡ് ആണ്, ബട്ട് ഓഫർ ഹൈ റിട്ടേൺ. ട്രഷറി ബിൽസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് പറയാം. ട്രഷറി ബില്ല് ഹൈ സെക്യൂർഡ് ആണ്, പക്ഷേ റിട്ടേൺ കുറവാണ്. ഇവിടെ ഹൈ റിട്ടേൺ ആണ്, പക്ഷേ റിസ്ക് കൂടുതലാണ്. ഓക്കെ, ഇറ്റ്സ് എ കൊമേഴ്സ്യൽ പേപ്പർ എന്ന് വെച്ചാൽ നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അവർക്ക് മാർക്കറ്റിൽ നിന്ന് പണം കളക്ട് ചെയ്യുന്നൊരു മാർഗ്ഗമാണ് ത്രൂ കൊമേഴ്സ്യൽ പേപ്പർ. ഓക്കെ, നെക്സ്റ്റ് വൺ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് RBI ഫസ്റ്റ്, അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതിന് ഉള്ളൊരു സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അതൊരു തെളിവാണ്, ഇത്ര രൂപ ഡെപ്പോസിറ്റ് പിന്നെ ബാങ്കിലുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. RBI ഫസ്റ്റ് അനൗൺസ്ഡ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻ ദ ഇയർ 1989, 1989. That the certificate of investment have become the most preferred choice of organization in terms of investment as they carry low risk and provide high interest than treasury bills. ഇത് എന്താണ്, ഇറ്റ് ഈസ് എ മോസ്റ്റ്, നല്ല ഓർഗനൈസേഷൻസൊക്കെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളും ഇൻഡിവിജ്വൽസിൻ്റെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ഓർഗനൈസേഷൻസൊക്കെ വളരെ നല്ലതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മോസ്റ്റ് സെക്യൂർഡ് ആണ്. കാരണം ബാങ്കിൽ ഇത് പൈസ ഉണ്ട് എന്നുള്ള തെളിവാണ്. മോസ്റ്റ് സെക്യൂർഡ് ആണ്, അതോടൊപ്പം തന്നെ ഹൈ റിട്ടേൺ ആണ്. എന്തിനുമായി കമ്പയർ ചെയ്യുമ്പോൾ, ട്രഷറി ബില്ലുമായി കമ്പയർ ചെയ്യുമ്പം റിട്ടേൺ കൂടുതലുമാണ്, നല്ല റിസ്ക് കുറവുമാണ്. ട്രഷറി ബില്ലാണ് മോസ്റ്റ് സെക്യൂർഡ് ആയിട്ടുള്ളത്. അപ്പം അതിനടുപ്പിച്ചുള്ള റിസ്ക് കുറവുമുണ്ട്, അതോടൊപ്പം തന്നെ നല്ല റിട്ടേണും ഉണ്ട്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് സാധാരണയായിട്ട് മറ്റ് സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൾക്കാരിൽ നിന്ന് വാങ്ങി വയ്ക്കാൻ ഇൻസ്ട്രുമെൻ്റായിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കും. ഓക്കെ, അതുകൊണ്ട് പ്രിഫർ ചെയ്യും. ദ പീരീഡ് റേഞ്ചസ് ബിറ്റ്വീൻ 7 days to 1 year. ഒരു 7 ദിവസം മുതൽ ഒരു വർഷമാണ് ഇതിൻ്റെ പീരീഡ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഫോർ 3 months പീരീഡ് ഇഷ്യൂ ചെയ്യാറുണ്ട്. 6 മാസം അല്ലെങ്കിൽ 12 months ഇങ്ങനെയുള്ള കാലയളവിലാണ് ഈ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ദ ഫങ്ഷൻസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഈസ് വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ഡെപ്പോസിറ്റിംഗ് വിത്ത് എ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് ബാങ്ക്. സാധാരണയായിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് നമ്മൾ ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ പണം ഇടുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റെസിപ്റ്റാണ് ഈ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് അവിടെ ബാങ്കിൽ ഇത്ര പൈസ ഉണ്ട് എന്ന് കാണിക്കുന്ന റെസിപ്റ്റാണ്. അത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ, ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഡിഫറൻറ്റ് ഫ്രം FD റെസിപ്റ്റ്. സാധാരണയായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റിൽ നിന്ന് വ്യത്യസ്തമാണിത്. കാരണം സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ഈസ് ഇഷ്യൂഡ് ഓൺലി ഓഫ് ദ സം ഓഫ് മണി ഈസ് ഹ്യൂജ് ആൻഡ് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ് ക്യാൻ ബി ഫ്രീലി നെഗോഷ്യബിൾ. അല്ലെ, ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് ഫ്രീലി നെഗോഷ്യബിൾ ആണ്. ഇതാണ് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഡെപ്പോസിറ്റിന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഇൻസ്ട്രുമെൻ്റ് സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് വൺ, കൊമേഴ്സ്യൽ ബിൽ. നിങ്ങളെല്ലാം കൊമേഴ്സ്യൽ ബില്ലിനെ കുറിച്ച് അറിയാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാണ്, അല്ലേ. ഡിഗ്രി ക്ലാസ്സിലും +2 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒറിജിനേറ്റ്സ് ആർ യൂഷ്വലി ഫ്രം ക്രെഡിറ്റ് സെയിൽ, അല്ലേ. ദ ബയ്യർ അക്സെപ്റ്റ് ചെയ്യുന്നു, സെല്ലർ ആ ബില്ല് തയ്യാറാക്കുന്നു, അയാളെ കൊടുക്കുന്നു. ബയ്യർ അക്സെപ്റ്റ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് റിട്ടേൺ ടു ദ സെല്ലർ. അത് സൂക്ഷിച്ചു വയ്ക്കുന്നു. അയാൾ കാലയളവ് വരെ കൈ വയ്ക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്ക് ബാങ്കുകളിൽ ഡിസ്കൗണ്ട് ചെയ്ത് പൈസ എടുക്കുകയോ ചെയ്യുന്നു. ഇറ്റ് മേ ബി ഗിവൺ ബൈ ദ ഡെറ്റർ ടു ദ ക്രെഡിറ്റർ. ദ ക്രെഡിറ്റർ ക്യാൻ ഡിസ്കൗണ്ട് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വിത്ത് ദ ബാങ്ക്. ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യാം, അതനുസരിച്ച് പൈസ വാങ്ങാൻ പറ്റും. ദ ബിൽസ് ആർ യൂഷ്വലി ഫോർ 30 days ഉണ്ട്, 60 days ഉണ്ട്, 90 days ഉണ്ട്. അങ്ങനെയൊക്കെയാണ് യൂഷ്വലായിട്ടുള്ള കാലയളവായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ബിൽ ഓഫ് എക്സ്ചേഞ്ച് സാധാരണയായിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് സെയിലിലൂടെയാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ, പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഴയൊരു ടൈപ്പാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ടൈപ്പ് ഓഫ് ബിൽ. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വിത്ത് എ റിട്ടേൺ പ്രോമിസ് ബൈ വൺ പാർട്ടി ടു അനദർ പാർട്ടി. ഒരാൾ മറ്റൊരാൾക്ക് റിട്ടേൺ പ്രോമിസ് കൊടുക്കുകയാണ്, പൈസ ഇത്ര ദിവസത്തിനുള്ളിൽ. എങ്ങനെയാണ് പറയുന്നത്? എ ഡെഫിനിറ്റ് സം ഓഫ് മണി ബൈ ഡിമാൻഡ് ഓർ അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്, അല്ലേ. അതിൽ പറഞ്ഞിരിക്കുന്ന തുക
അയാൾ ആവശ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴോ തരാമെന്ന് പറയുന്ന പണ്ടത്തെ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് വരുന്നതിന് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഏർലിയസ്റ്റ് ഒരു ഫോമാണ് പ്രോമിസറി നോട്ട് അല്ലേ, പ്രോമിസറി നോട്ട്. അപ്പം ഒരാൾ മറ്റൊരാൾക്ക് പൈസ കൊടുക്കാം ഇത്ര കാലയളവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രോമിസറി നോട്ട്. അതും സാധാരണയായിട്ട് യൂഷ്വലി ഇറ്റ് ഈസ് ഫോർ എ പീരീഡ് ഓഫ് അപ് ടു 90 days, 3 മാസമൊക്കെയാണ് സാധാരണ പ്രോമിസറി നോട്ടിൻ്റെ കാലയളവുള്ളത്, അപ് ടു 90 days. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്റർ ബാങ്ക് ടേം മാർക്കറ്റ്. ഇന്റർ ബാങ്ക് മാർക്കറ്റ് ഇസ് എ മാർക്കറ്റ് ഫോർ the cooperative and commercial banks in India who borrow and lend funds for a period of over 14 days to 90 days. അല്ലേ, ബാങ്കുകൾ തമ്മിൽ പരസ്പരം പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇന്റർ ബാങ്ക് ടേം മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് കോപ്പറേറ്റീവ് ബാങ്കും കൊമേഴ്സ്യൽ ബാങ്ക്സും സാധാരണയായിട്ട് ബോറോ ആൻഡ് ലെൻഡ്സ് ഫണ്ട് ഫോർ എ പീരീഡ് ഓഫ് 14 ദിവസം മുതൽ 3 മാസം വരെയാണ് അവർക്ക് പൈസയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഇന്റർ ബാങ്ക് ടേം മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ഷോർട്ട് ടൈം റിക്വയർമെൻറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ സെക്യൂർഡ്. ഓക്കെ, ഇന്റർ ബാങ്ക് ടേം മാർക്കറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ബാങ്കേഴ്സ് അക്സെപ്റ്റൻസ്. A banker's acceptance is a document that promises future payment which is guaranteed by a commercial bank. അല്ലേ, bankers acceptance document that promises future payment by a guaranteed by a commercial bank. It includes all details like repayment, amount to be paid, details of the individual to whom the amount paid, etc. അല്ലേ, ബാങ്കർ അക്സെപ്റ്റൻസ് കൊടുത്തുകയാണ്. അല്ലേ, ഒരു വ്യക്തി ഇത്ര രൂപ പൈസ ഉണ്ട്, അത് അയാളുടെ എത്ര രൂപ റീപേയ്മെൻറ്റ് ഇത്രയാണ് അയാൾ കൊടുക്കുന്നത്, അയാൾ ഇത്രയാണ് എമൗണ്ട് പേ ചെയ്തത്, അയാളുടെ ഡീറ്റെയിൽസ് ഇതാണ്. ഇറ്റ് ഈസ് എ ബാങ്ക്, it is the bank draft requiring the bank to pay the holder of the instrument a specified amount on the specified date, which is typically 1 day to 180 days. ഇതൊരു ബാങ്കിൻ്റെ ഗ്യാരണ്ടിയാണ്. നമ്മൾ നേരത്തെ സർട്ടിഫിക്കറ്റ് ഡിപ്പോസിറ്റ് പറഞ്ഞതുപോലെ ഒരു ബാങ്കിൻ്റെ അക്സെപ്റ്റൻസ് ലെറ്ററാണ്. ഒരു വ്യക്തിക്ക് ഇത്ര രൂപ പൈസയുണ്ട്, അയാൾ ഇന്ന ദിവസമാണ് അത് തിരിച്ചു കൊടുക്കേണ്ടത്, അയാളുടെ ഡീറ്റെയിൽസ് ഇതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുണ്ടെങ്കിൽ ഇയാൾക്ക് അത് കൃത്യമായി മറ്റൊരാൾക്ക് കൈമാറുകയോ അത് ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യാൻ പറ്റും. ഇത് ഇറ്റ് ഈസ് ദ ബാങ്ക് ഡ്രാഫ്റ്റ്. ഇതൊരു ഡ്രാഫ്റ്റ് പോലെ തന്നെ ഇത് റിക്വയറിങ് ദ ബാങ്ക് ടു പേ ദ ഹോൾഡർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. ആ കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്ക് ഇത്ര ദിവസം കഴിയുമ്പോൾ പൈസ കൊടുക്കും. സ്പെസിഫൈഡ് എമൗണ്ട് ആണ് ദ സ്പെസിഫൈഡ് ഡേറ്റ് വിച്ച് ഈസ് ടിപ്പിക്കലി 1 day to 180 days. ഒരു ദിവസം മുതൽ 180 ദിവസം വരെയാണ് ഇതിൻ്റെ കാലയളവ്. ഓക്കെ, ഇത്രയുമാണ് മണി മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്. നിങ്ങൾ ഇത് നോട്ട് തയ്യാറാക്കി ഇത് നോക്കിയിട്ട് നോട്ട് തയ്യാറാക്കി വെക്കുക. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത നൗ ഐ ഫിനിഷ്ഡ് മൈ ക്ലാസ്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻറ്റ് ലിസണിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ടെസ്റ്റ് കളക്ട് ചെയ്യുക, പഴയ ടെസ്റ്റ് കളക്ട് ചെയ്ത് വായിച്ച് നോക്കുക. ഓക്കെ, in the next class we will discuss about capital market. Okay, the next portion is capital market. Thank you for your patient listening.